പലതിനകത്തും ചില ഫാക്ട്സ് വെച്ചുകൊണ്ടുള്ളൊരു നിഗമനത്തിലെത്താനേ പറ്റുള്ളൂ. അതിനകത്ത് അതായത് നമ്മുടെ മുമ്പിൽ ഫാക്റ്റ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ ഒന്നും നടന്നിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വസ്തുതാപരമായിട്ടുള്ളൊരു വിലയിരുത്തലിന് പറ്റുന്ന സാഹചര്യവുമല്ല ഇപ്പം അതിൻ്റെ ആഴത്തിലേക്ക് പോകാൻ. ഒന്ന് കുടുംബാംഗങ്ങളുടെ വേദന ഒരു വശത്തൊക്കെ ഉണ്ടാവും. എന്തൊക്കെയായാലും ആര് മരണപ്പെട്ടാലും അവരുടെ വേണ്ടപ്പെട്ടവർക്കും അവരോട് ഒട്ടി നിൽക്കുന്നവർക്ക് അവരുടെ അടുപ്പക്കാർക്ക് ആത്മസുഹൃത്തുക്കൾക്കും ഒക്കെ ഒരു വല്ലാത്തൊരു വേദനയായിരിക്കും കുടുംബാംഗങ്ങൾക്കൊക്കെ. പക്ഷേ എന്ന് പറഞ്ഞാൽ തന്നെയും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഈ വിഷയം ഉണ്ടായപ്പോഴും നമ്മൾ ഈ സിജറോയുടെ വിഷയത്തിനകത്ത് അതിൻ്റെ വേറെ കുറേ വശങ്ങൾ നമ്മൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ തന്നെയും സൂചനകളുണ്ടെങ്കിൽ തന്നെ അതിലേക്ക് ചർച്ച ഇപ്പോൾ കൊണ്ടുപോകേണ്ടുന്ന ഒരു സമയമല്ല എന്നുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമ്മളത് ചെയ്യേണ്ട എന്ന് കരുതിയത്. പക്ഷേ ഇന്നിപ്പോൾ എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ചില കാര്യങ്ങൾ കുറച്ചെങ്കിലും നമുക്ക് സൂചിപ്പിക്കാതിരിക്കുന്നതിനകത്ത് അപാകതയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത ആളുകളാണ് എന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്നു. കാരണം വരും തലമുറയ്ക്ക് മാതൃകയാക്കേണ്ടതും ആക്കേണ്ടാകാത്തതും ഉള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ട്. അതായത് ഒരു മനുഷ്യൻ എങ്ങനെ ആവണമെന്നും എങ്ങനെ ആവരുതെന്നും രണ്ടും സിജറോയിൽ നിന്ന് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്.